CPM എടുത്തിട്ടുള്ള ഒരു തീരുമാനം സ്വാഭാവികമായിട്ട് 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി പദവികളിൽ നിന്നും അധികാര പദവികളിൽ നിന്നും ഒഴിയണം എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് കുറച്ച് പേർക്ക് ഇളവ് കൊടുക്കണം. അത് ഇപ്പോൾ ഉദാഹരണത്തിന് തോമസ് ഐസക്കിനും തുടർച്ചയായിട്ട് 2 തവണ മത്സരിക്കുന്നവർ ഒഴിയണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിപ്പിച്ചു. അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ വിഷയം. ഒരുപക്ഷെ ഇത്തവണയും അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല. ഇദ്ദേഹത്തെ ഇത്തവണ തിരുവനന്തപുരത്ത് പരിഗണിക്കും എന്നൊക്കെ കേട്ടിരുന്നു, പക്ഷേ ഇത്തവണ പരിഗണിച്ചില്ല. ഈ ഇതിൽ പ്രായപരിധിയിൽ 75 കഴിഞ്ഞ നേതാക്കളിൽ ഇത്തവണ ആകെ പരിഗണിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ CPMൻ്റെ ഒരു പുതിയ തീരുമാനമാണ്. ആ തീരുമാനത്തിലെ ശരി തെറ്റുകളൊക്കെ പാർട്ടി പഠിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും അത് 75 കഴിഞ്ഞവർ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർവീസിൽ 56 പെൻഷൻ പറ്റുന്ന പ്രായം. അത് കഴിഞ്ഞ് 20 വർഷം പൊതുപ്രവർത്തനത്തിലുള്ളവർക്ക് വിരമിക്കാനായിട്ട് CPM അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 75 കഴിയുന്നവരെ പൂർണ്ണമായിട്ടും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമേ മാറ്റി നിർത്തുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനോട് പറയുന്നത് ജില്ല കേന്ദ്രീകരിച്ച്, വീണ്ടും അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല, ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിലൊരു പ്രശ്നമുള്ളത്, അങ്ങനെ വരുമ്പോൾ തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യമായി വരികയാണ്. അതായത് താൻ കൈപിടിച്ചുകൊണ്ട് വളർത്തിയ ആളുകൾ തനിക്ക് മുകളിൽ വരുന്നു, ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുന്നു. അവരുടെ കീഴിൽ ഇന്നലെ വരെ താൻ ആജ്ഞ കൊടുത്തിരുന്ന ആൾ ആർക്കാണോ ആജ്ഞ കൊടുത്തിരുന്നത് അയാളുടെ ആജ്ഞയ്ക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ടി വരുന്നു. അതൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ജി സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ കാര്യത്തിലാണെങ്കിലും 2 പേർക്കും CPM ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ജി സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 തവണ മന്ത്രിയായി, 20 വർഷത്തിലേറെ MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, ദീർഘവർഷങ്ങൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അധികാര സ്ഥാനത്തിലും പാർട്ടി സ്ഥാനങ്ങളിലുമൊക്കെ തന്നെ. ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വളർന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വളർന്നു എന്ന് പറയാൻ ഒക്കില്ല. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോടൊപ്പം ഞാനും ഒരുമിച്ച് SFI കെട്ടിപ്പടുത്ത ഒരാളാണ്. കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായി, പക്ഷേ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലായിപ്പോയി. അതുകൊണ്ടാണ് ആ ഒരു പ്രതിഷേധമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ആ സ്ഥാനം നിരസിച്ച ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ഇത് അധികാരം എന്നുള്ളതും പാർട്ടിയിലെ ഒരു ഉന്നത സ്ഥാനം എന്നുള്ളതും, ഇപ്പോൾ നേരത്തെ VS അച്യുതാനന്ദൻ്റെ അടുത്ത ആളായിരുന്നു എന്ന് ജി സുധാകരനെ പറ്റി പറയുന്നു. പക്ഷേ ജി സുധാകരന് എല്ലാ കാലത്തും അധികാരത്തോട്, നമ്മൾ ഇന്നിപ്പോൾ മാറി നിന്ന് പരിശോധിക്കുമ്പോൾ ജി സുധാകരൻ എല്ലായ്പ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ പാർട്ടി CPM എന്നുള്ള പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ VS അച്യുതാനന്ദനിൽ നിന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ ഒന്നടങ്കം മാറ്റി പിണറായി വിജയനോട് ചേർത്ത് നിർത്തിയ ഒരാൾ, ഇല്ലെങ്കിൽ VSൻ്റെ ആശയ പോരാട്ടം എന്തായാലും ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തിയവരിൽ ഒരാൾ തീർച്ചയായിട്ടും ജി സുധാകരൻ തന്നെയാണ്. അത് കാണാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വസ്തുതയുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് വരെ കേരളത്തിലെ മിക്കവാറും പ്രസിദ്ധീകരണങ്ങളിൽ 1 മാസത്തിൽ ഒരിക്കലെങ്കിലും ജി സുധാകരൻ എന്ന കവിയുടെ കവിതകൾ വരുമായിരുന്നു. ആ അവസ്ഥ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 വർഷത്തിൽ ഒരിക്കൽ പോലും ജി സുധാകരൻ എന്ന ആൾ എഴുതുന്ന കവിത വരുന്നില്ല. അത് അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ചിലരോട് മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ് ആ കവിതകൾ വന്നത്. അല്ലാതെ അദ്ദേഹം എഴുതിയ കവിത ഉദാത്തമാണെന്ന് ഇല്ലെങ്കിൽ മികച്ചതാണെന്ന് അഭിപ്രായമുള്ളവർ തീരെ കുറവായിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ അതൊക്കെ സുധാകരൻ വിചാരിച്ചത്
ഇതൊക്കെ എൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ കഴിവുകൊണ്ടാണ് ഈ എല്ലാ മാധ്യമങ്ങളും എൻ്റെ പിന്നാലെ നിന്ന് നടന്ന് കവിത വാങ്ങുന്നതും താല്പര്യപ്പെട്ട് അച്ചടിച്ച് വരുന്നതും എന്നൊക്കെയാണ്. അപ്പോൾ അതൊന്നും അല്ല. കഴിഞ്ഞ 2-3 വർഷം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങളുടെ പിറകെ നടന്നിട്ട് പോലും പല മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളോടൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചുമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് വീണ്ടും അധികാരസ്ഥാനം അദ്ദേഹം ആഗ്രഹിച്ചു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെയാണ് ജി സുധാകരനും ചിന്തിച്ചത്. അധികാരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ശക്തി കൂടും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്നെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന് CPM എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ അത് ഇപ്പോൾ CPM ഒരു മാനദണ്ഡം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് അതാത് കമ്മിറ്റികൾ തീരുമാനിച്ചു. കാരണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അതിനെ പരിഗണിച്ചില്ല, സംസ്ഥാന കമ്മിറ്റിയും അതിനെ പരിഗണിച്ചില്ല. അപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇന്നലെ വരെ എതിർത്ത UDF ഇപ്പോൾ സുധാകരനെ വളരെ വേണ്ടപ്പെട്ട ആളായി കരുതുന്നു. അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നു. അപ്പോൾ ഇന്നലെ വരെ UDFന് വേണ്ടി അവിടെ നിന്ന ഒരു കൂട്ടം ആളുകളിൽ ഒരു നേതാവ് വിമതനായിട്ട് UDFൻ്റെ യുവ നേതാക്കളിൽ ഒരാൾ വിമതനായി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐഷ പോറ്റിയുടെ കാര്യം എടുത്താൽ ഐഷ പോറ്റി UDFലേക്ക് വരുന്നു. UDFലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ പോകുന്നു. അവിടെ തന്നെ കൊട്ടാരക്കരയിൽ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു സ്ഥിതി. അധികാരത്തിന് വേണ്ടിയാണ് എല്ലാവരും എന്ന സ്ഥിതിയിലേക്ക് മൊത്തത്തിൽ എത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം യാത്രകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.